Hi all, welcome back to LEARNINO. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. First question, under which of the following circumstance current flow through an electrical circuit is possible? അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? കറന്റ് ഫ്ലോ ത്രൂ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോസിബിൾ ആയിട്ടുള്ളത് ഏത് കണ്ടീഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇഫ് ദ സർക്യൂട്ട് ഈസ് ഇൻ ക്ലോസ്ഡ് കണ്ടീഷൻ. പിന്നെ വരുന്നത് നോക്കിയേ, ഇഫ് ദ സഫിഷ്യൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് അവൈലബിൾ. അപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ട് ഏത് സർക്യൂട്ടിലാണ് ഒരു കറണ്ട് ഫ്ലോ പോസിബിൾ ആയിട്ടുള്ളത്? ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് സാധാരണ എന്താ കറണ്ട് ഫ്ലോ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻസ് നോക്കിയാൽ ഇഫ് ദ സർക്യൂട്ട് ഈസ് ഇൻ ക്ലോസ്ഡ് കണ്ടീഷൻ, അത് കറക്റ്റ് അല്ലേ? അങ്ങനെയാകുന്ന മാത്രമല്ലേ നമുക്ക് കറണ്ട് ഫ്ലോ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അത് നോക്കിയാൽ ഇഫ് ദ സഫിഷ്യൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ, അതായത് രണ്ട് പോയിന്റുകൾ തമ്മിൽ എന്തുണ്ടാവണം, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, ചാർജ് ഫ്ലോ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് കണ്ടീഷൻസും, അപ്പോൾ ഇഫ് ദ സർക്യൂട്ട് ഈസ് ഇൻ ക്ലോസ്ഡ് കണ്ടീഷനിലും ഇഫ് ദ സഫിഷ്യൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് അവൈലബിൾ, ഇങ്ങനെയുള്ള രണ്ട് കണ്ടീഷനിലും എന്താണ് കറണ്ട് ഫ്ലോ പോസിബിൾ ആണ്. അപ്പോൾ നോക്കിയേ ഓപ്ഷൻസ് നോക്കിയേ, വൺ ഓൺലി ആണോ? അല്ല. ടു ഓൺലി പറ്റുമോ? ഇല്ല. ബോത്ത് 1 and 2 ഓൺലി, രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലേ. ബോത്ത് 1 and 2, ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് ഇതല്ലേ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യരുത്. രണ്ട് സ്റ്റേറ്റ്മെന്റും നീറ്റായി വാങ്ങിച്ചിട്ട് വേണം ആൻസർ ടിക്ക് ചെയ്യാൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. സർക്യൂട്ട് എങ്ങനെയായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. അതുകൂടാതെ എന്താണ്, സഫിഷ്യൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പും അവിടെ അവൈലബിൾ ആയെങ്കിൽ മാത്രമേ നമ്മളുടെ കറണ്ട് ഫ്ലോ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പോസിബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും നോക്കിയേ, കിലോ വാട്ട് അവർ, കിലോ കാലറി, ഹോഴ്സ് പവർ, മെഗാവാട്ട്. ഏതാണ് ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ യൂണിറ്റ്സുകൾ എല്ലാം നന്നായി നോട്ട് ചെയ്ത് പോകണം. റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് യൂണിറ്റുകൾ അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് നമുക്ക് അറിയാവുന്നതാണ്, കിലോ വാട്ട് അവർ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്നാൽ കിലോ കാലറി എന്തിൻ്റെ യൂണിറ്റ് ആണ്? അതായത് ഒരു ഹീറ്റ് എനർജിയുടെയൊക്കെ യൂണിറ്റ് ആണ് എന്താ ഈ കിലോ കാലറി എന്ന് പറയുന്നത് കേട്ടോ. ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് ആണ്. മെഗാവാട്ട് എന്ന് പറഞ്ഞാലും എന്തിൻ്റെ തന്നെയാണ്? പവറിൻ്റെ യൂണിറ്റ് തന്നെയാണ് കേട്ടോ. പവറിൻ്റെ യൂണിറ്റ് തന്നെയാണ് ഈ മെഗാവാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ 1 കിലോ വാട്ട് അവർ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് പോവുക, സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 1 കിലോ വാട്ട് എന്തിന് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6 × 10⁻⁶ ആണ്. ഓക്കെ, നോട്ട് ചെയ്യുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് 1 or 2 തവണ ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ 1 കിലോ വാട്ട് അവർ എന്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.6 × 10⁻⁶ ആണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് question number 3, in an electric circuit at constant temperature relationship between current voltage and resistance is given by. അതായത് ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് റിലേഷൻഷിപ്പ് എന്തിൻ്റെയൊക്കെയാണ്? കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും റിലേഷൻഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ലോ ആണ്? ക്രിച്ചോഫ്സ് കറന്റ് ലോ, ഓംസ് ലോ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ. ഓംസ് ലോ എന്നുണ്ട് കേട്ടോ. ഓംസ് ലോ വിട്ടുപോയതാണ്. ഓംസ് ലോ ഉണ്ട്. അപ്പോൾ നോട്ട് ചെയ്യുക, ഓംസ് ലോ ഉണ്ട്. ഓക്കെ, ഓംസ് ലോ ഉണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തുതന്നെയാണ്, നമ്മളുടെ ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ക്രിച്ചോഫ്സ് ലോ നമുക്കറിയാം. ക്രിച്ചോഫ്സിന് ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, KCL ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് KVL ഉണ്ട്. അത് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ഇപ്പോൾ KCL ആണെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ് റിലേറ്റഡ് ആയിട്ടാണ്. KVL ആണെങ്കിൽ എന്താണ്?
KVL ആണെങ്കിൽ വോൾട്ടേജ് ലോ അല്ലേ, കൺസർവേഷൻ ഓഫ് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാരഡേസ് ലോ എന്തിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത്. ലെൻസസ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ, നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഒക്കെ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ലെൻസസ് ലോ അല്ലേ. ഇൻഡ്യൂസ്ഡ് കറൻറ്റിൻ്റെ ഒക്കെ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ലെൻസസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, ഓംസ് ലോ ആണ് കേട്ടോ. ഓംസ് ലോൻ്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. V = IR ആണ് അല്ലേ. Electrical current flow through conductor is directly proportional to potential difference or voltage applied across it and provide the temperature and other physical condition remain constant. സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എളുപ്പമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഇതൊക്കെ കേട്ടോ. Next question number 4. Two bulbs, 200 watts and 100 watts, both are rated at 100 volt are connected in series to a 200 volt DC supply. Total power consumed by the circuit is dash watts. എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. 2 ബൾബ്, 2 ബൾബ് ഉണ്ട്. ബൾബിൻ്റെ റേറ്റിംഗ് തന്നിട്ടുണ്ട്, എത്ര പവർ അല്ലേ, 200 വാട്ട്സും അതുപോലെ 100 വാട്ട്സ് ആണ് തന്നിട്ടുള്ളത്. അത് ബോത്ത് റേറ്റഡ് ആയിട്ട് എത്രയാണ്, 100 വോൾട്ട് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്തിലോട്ട്, 200 വോൾട്ട് DC സപ്ലൈയിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ പവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 200 വോൾട്ട് DC സപ്ലൈയിലുള്ള ടോട്ടൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പവർ ആണ് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, പവർ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, പവർ = V²/R ആണ് അല്ലേ. അറിയാലോ, പവർ P = V²/R. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ, ഇല്ല. റെസിസ്റ്റൻസ് ഉണ്ടോ നമ്മുടെ കയ്യിൽ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, R = എന്താണ് നമുക്ക് ഫോർമുല റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, V²/പവർ ആണ്. അപ്പോൾ ഓരോ ബൾബിൻ്റെയും, ഇപ്പോൾ ആദ്യം എന്താ 200 വാട്ട് ബൾബിൻ്റെ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 200 വാട്ട് ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. R1 = എത്രയാണ്, ഇവിടെ 100 വോൾട്ട് തന്നിട്ടില്ലേ, വോൾട്ടേജ് 100² / 200 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 50 ഓം കിട്ടും അല്ലേ. നിയർലി 50 ഓം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തത് എന്താ വരുന്നത്, 100 വാട്ട് ബൾബിൻ്റെയാണ്. 100 വാട്ട് ബൾബിൻ്റെ റെസിസ്റ്റൻസ് R2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ വരുന്നത്, 100² / 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ഓം. അപ്പോൾ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് കിട്ടി. റെസിസ്റ്റൻസ് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സർക്യൂട്ടിൽ സീരീസ് കണക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കിയേ, ടോട്ടൽ റെസിസ്റ്റൻസ് = R1 + R2 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, 50. സീരീസ് അല്ലേ കണക്ഷൻ, 50 + 100 = 150 ഓം എന്ന് കിട്ടി. ടോട്ടൽ എന്ത് കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് പവർ കണ്ടുപിടിച്ചൂടെ, പവർ = എന്താ, V²/R ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. V² എന്ന് പറയുന്നത് എന്താ, ഇവിടെ 200 വോൾട്ട് DC സപ്ലൈ അല്ലേ. അപ്പോൾ 200² / 150 ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടുന്നത്, ആൻസർ വരുന്നത് നിയർലി 266.67 വാട്ട്സ് എന്ന് കിട്ടും കേട്ടോ. 266.67 വാട്ട്സ് എന്ന് കിട്ടും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റേക്ക് ഒന്നും കൂടാതെ ചെയ്തു പോവുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് question number 5. N number of resistance each of a value R are connected in parallel. When these resistance are connected in series, equivalent resistance is increased by dash times. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. n number of resistance ഉണ്ട്. ഈച്ച് ഓഫ് വാല്യൂ R are connected in എങ്ങനെയാണ്, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. when these resistance are connected in series equivalent ആണെങ്കിൽ resistance is increased by ഡാഷ് ടൈംസ്. ഇൻക്രീസിങ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻക്രീസ് ഫാക്ടർ. റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് ഇൻക്രീസ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്രീസ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്രീസ് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മളോട് ഇൻക്രീസ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഇൻക്രീസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, R1 + R2 + up to Rn. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം,
എങ്ങനെ എഴുതാം, നമ്മൾ എങ്ങനെ എഴുതാം, n ഇൻറ്റു ആർ എന്ന് എഴുതിക്കൂടെ, n ഇൻറ്റു ആർ എന്ന് നമുക്ക് എഴുതാം. റെസിസ്റ്റൻസ് സീരീസ് ആവുമ്പോൾ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ റെസിസ്റ്റൻസ് പാരലൽ ആവുമ്പോൾ എങ്ങനെയാണ്, ആർ പി ഈക്വൽ ടു എങ്ങനെയാ 1/R1 പ്ലസ് 1/R2 പ്ലസ് അപ് ടു 1/Rn ഇങ്ങനെയല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, R/n അങ്ങനെയല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്, R/n എഴുതാറുണ്ട് അല്ലേ, R/n. അപ്പോൾ നമുക്ക് ഇൻക്രീസിങ് ഫാക്ടർ ഇവിടെ NR കിട്ടിയിട്ടുണ്ട്, സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്, പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോഴുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇൻക്രീസിങ് ഫാക്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്, ആൻസർ നോക്കിയേ, റെസിസ്റ്റൻസ് സീരീസ് ആകുമ്പോൾ NR ഡിവൈഡഡ് ബൈ R/n. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ NR ഇൻറ്റു എങ്ങനെ എഴുതാം, നമുക്ക് N/R എന്ന് എഴുതാം അല്ലേ, N/R. അപ്പോൾ ആറും ആറും ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്താ ഇൻക്രീസിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻക്രീസിങ് ഫാക്ടർ ഈക്വൽ ടു n² എന്ന് കിട്ടും, ഇൻക്രീസിങ് ഫാക്ടർ ഈക്വൽ ടു n² എന്ന് കിട്ടും. ഇങ്ങനെയാണ് കേട്ടോ അത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഈച്ച് ഓഫ് വാല്യൂ RR കണക്റ്റഡ് ഇൻ പാരലൽ, പിന്നെ അതേപോലെ തന്നെ അത് പാരലലായും കണക്ട് ചെയ്തിട്ടുണ്ട് ആ റെസിസ്റ്റൻസ്, അതുപോലെ എന്താണ് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട് ആ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ, അപ്പോൾ ഇൻക്രീസിങ് ഫാക്ടർ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻക്രീസിങ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നോട്ട് ചെയ്ത് വെച്ചോളൂ, റെസിസ്റ്റൻസ് ഇൻ സീരീസ് ബൈ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. ഇവിടെ എത്രയാണ്, n ടൈംസ് ഓപ്ഷൻ സി, അതായത് n² ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യുക, തെറ്റിക്കരുത്. Next question number 6. A wire by resistance of R ohm is stretched such that its length became double, keeping the volume same. The new resistance will be dash ohm. എന്താണ് നമ്മുടെ റെസിസ്റ്റൻസ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് അല്ലേ, പ്രീവിയസ് ഇയറിൽ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു വയർ, ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് R ohm നമ്മൾ സ്ട്രെച്ച് ചെയ്തപ്പോൾ അവിടെ ലെങ്ത്തിന് എന്ത് സംഭവിച്ചു, ഡബിളായി. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്താണ്, നമുക്ക് സാധാരണ നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുല എന്താണ്, R ഈക്വൽ ടു ρl/A ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്തിന് എന്ത് സംഭവിച്ചു, ലെങ്ത് 2l ആയി അല്ലേ, ഞാൻ L' എന്ന് കൊടുക്കാം കേട്ടോ. ലെങ്ത്തിന് എന്ത് സംഭവിച്ചു, ലെങ്ത് ഡബിളായി 2l ആയി. വോളിയത്തിന് എന്ത് സംഭവിച്ചു, വോളിയം കോൺസ്റ്റന്റ് ആണ് കേട്ടോ. വോളിയം ഈക്വൽ ടു, വോളിയം നമുക്കറിയാം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലേ, ഏരിയ ഇൻറ്റു ലെങ്ത്, അത് കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ഏരിയക്ക് എന്താ സംഭവിച്ചത്, A' എന്ന് കൊടുക്കുക കേട്ടോ. ഏരിയക്ക് എന്താണ് അവിടെ സംഭവിച്ചത്, ഏരിയ ഡിക്രീസ് ആയി അല്ലേ, ഏരിയ ഇവിടെ ഡിക്രീസ് ആയി, അതായത് A/2 ആയി മാറിയിട്ടുണ്ട്. എന്നാൽ പുതിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ, നമുക്ക് പുതിയ റെസിസ്റ്റൻസിനെ R' സ്പെസിഫൈ ചെയ്യാം. R' വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലുള്ള വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, അപ്പോൾ ρl എന്ന് പറയുന്നത് എന്താ 2l ആയി, ഏരിയ എന്തായി A/2 ആയി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 4ρl/A എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ρl/A എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അല്ലേ, അപ്പോൾ 4R എന്ന് കിട്ടും അല്ലേ, 4R എന്ന് കിട്ടും നമുക്ക് കറക്റ്റ് ആൻസർ. അപ്പോൾ R' ഈക്വൽ ടു എന്താ കിട്ടിയത്, 4R എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കുക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next, question number 7. Which of the following property does not hold good for a series circuit? അപ്പോൾ നമ്മൾ പാരലൽ സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട്, ആ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് പ്രോപ്പർട്ടീസ് ആണ് നോട്ട് ഹോൾഡ് അല്ലേ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ സീരീസ് സർക്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, കറണ്ട് ഈസ് അഡിക്റ്റീവ്. സീരീസ് സർക്യൂട്ടിൽ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വോൾട്ടേജ് അല്ലേ ആഡ് ചെയ്ത് പോവുക, കറണ്ട് അവിടെ എന്തായിരിക്കും, കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും അല്ലേ. കറണ്ട് എവിടെയാണ് അഡിക്റ്റീവ് ആവുന്നത്, പാരലൽ സർക്യൂട്ട്സിലാണ് കറണ്ട് അഡിക്റ്റീവ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കറക്റ്റ് ആൻസർ എന്താണ്, കറണ്ട്സ് ആർ അഡിക്റ്റീവ് എന്ന് പറയുന്നത് ഏതിലാണ്, പാരലൽ സർക്യൂട്ടിലാണ്, സീരീസ് സർക്യൂട്ടിലല്ല. അപ്പോൾ ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ എ ആണ് ഇതിൽ റോങ് ആയിട്ട് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. വോൾട്ടേജ് അഡിക്റ്റീവ്, അതെ സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് എന്താണ് അഡിക്റ്റീവ് ആണ്, പവർ അഡിക്റ്റീവ് ആണ്, റെസിസ്റ്റൻസ് എല്ലാം അഡിക്റ്റീവ് ആണ്. അപ്പോൾ ബാക്കി എല്ലാതും കറക്റ്റ് തന്നെയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് സീരീസ് സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ കറണ്ട് അഡിക്റ്റീവ് ആവുന്നത് ഏതിലാണ്, പാരലൽ സർക്യൂട്ടിലാണ് കറണ്ട് അഡിക്റ്റീവ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് question number 8. 15 numbers of dry cell each having 1.5 volt and internal resistance of 0 ohm are connected in series across a 14 ohm resistance. Calculate the current through the resistance. Current ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്.
അപ്പോൾ എങ്ങനെയാണ് കറണ്ട് ടോട്ടൽ കറണ്ട് അപ്പോൾ ഇവിടെ ബാറ്ററി റിലേറ്റഡ് അല്ലേ 50 നമ്പർ ഓഫ് ഡ്രൈ സെൽ അപ്പോൾ നമ്പർ ഓഫ് സെൽസ് എത്രയാണ് n ഈക്വൽ ടു എത്രയാ 50 ആണ് തന്നിട്ടുള്ളത് അതെങ്ങനെയാണ് ഈച്ച് ഹാവിങ് അതിൻ്റെ വോൾട്ടേജ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് വോൾട്ടേജ് എന്ന് പറയുന്നത് V ഈക്വൽ ടു 1.5 വോൾട്ട് ആണ് തന്നിട്ടുള്ളത് ഇന്റേണൽ റെസിസ്റ്റൻസ് അവിടെ 0 ഓം ആണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സീരീസിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം നമുക്ക് EMF കണ്ടുപിടിക്കാം വോൾട്ടേജ് കണ്ടുപിടിക്കാം അപ്പോൾ അതെന്താ കണ്ടുപിടിക്കുക N ഇൻറ്റു P അപ്പോൾ എന്താ കിട്ടുന്നത് 15 ഇൻറ്റു 1.5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 75 വോൾട്ട് എന്ന് ഇവിടെ കിട്ടുന്നതാണ് അടുത്തത് എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം റെസിസ്റ്റൻസിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് R എക്സ്റ്റേണൽ കണക്ട് ചെയ്തിട്ടുള്ളത് പ്ലസ് N ഇൻറ്റു R എന്ന് ചെയ്യാം അപ്പോൾ നമുക്കത് കിട്ടും R എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 40 ഓം ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് പ്ലസ് എന്താണ് 50 ഇൻറ്റു 0 ഓം എന്നാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്രയാ 40 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇനി നമുക്ക് എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് കറന്റിന്റെ വാല്യൂ I ഈക്വൽ ടു എന്താ V/R അറിയാലോ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് എത്രയായിരുന്നു ഇവിടെ നമുക്ക് സീരീസിൽ കണക്ഷനിൽ കിട്ടിയത് 75 റെസിസ്റ്റീവ് വാല്യൂ എത്രയാണ് 40 അപ്പോൾ കറക്റ്റ് ആൻസർ 75 ഡിവൈഡഡ് ബൈ 40 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നിയർലി 1.875 ആംപിയർ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇവിടെ ആ ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ 1.5 1.25 ഒക്കെയാണ് ആൻസർ അപ്പോൾ കറക്റ്റ് ആൻസർ 1.875 ആണ് അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഇവിടെ എന്താ ഓപ്ഷൻ ഡിയിൽ നൺ ഓഫ് ദീസ് എന്നൊരു സാധനം കൂടിയുണ്ട് അപ്പോൾ നമുക്ക് അതാണ് ആൻസർ ആയിട്ട് വരുന്നത് Next, question number 9. A resistance of 10 ohm is connected in series with a combination of 60 ohm ആണ് കേട്ടോ 60 ohm and 30 ohm in parallel ഇതില്ല കേട്ടോ 60 ohm ആണ് ഇവിടെ 60 ohm and 30 ohm are in parallel. A voltage of 220 volt is applied across the whole circuit. Determine the current taken from the supply. Current ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത് A resistance of 10 is connected. A resistor of 10 is connected എങ്ങനെയാണ് സീരീസ് വിത്ത് കോമ്പിനേഷൻ 16 ohm 13 ohm in parallel എന്ന് വേണ്ട അപ്പോൾ നമുക്ക് RP കണ്ടുപിടിക്കാം ഫോർമുല എന്താണ് RP ഈക്വൽ ടു R1 into R2 divided by R1 plus R2 ആണ് അല്ലേ സോ ഇവിടെ R1 എന്ന് പറയുന്നത് നമുക്ക് 60 അല്ലേ 16 into 30 divided by 60 plus 30 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയർലി എന്താണ് ആൻസർ വരിക 1800 divided by 90 അല്ലേ ക്ലിയർലി ഒരു 20 ohm ആ ഒരു ആൻസർ വരും നിയർലി ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ RT ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് സീരീസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ 10 ഓം തന്നിട്ടുണ്ട് സീരീസ് ആയി കണക്ട് ചെയ്തത് അതുപോലെ പാരലൽ റെസിസ്റ്റൻസ് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അതായത് സീരീസ് റെസിസ്റ്റൻസ് പ്ലസ് പാരലൽ റെസിസ്റ്റൻസ് ചെയ്യുക സീരീസ് 10 ഓം എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പാരലൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 20 ഓം അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 30 ഓം എന്നുള്ളത് ആൻസർ കിട്ടും അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് I ഈക്വൽ ടു V/R വോൾട്ടേജ് എത്രയാ ക്വസ്റ്റ്യനിൽ 220 വോൾട്ട് എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 220 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയർലി 7.33 ആംപിയർ എന്ന ആൻസർ കിട്ടും എത്രയാണ് 7.33 ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാമ്പ് ഹാസ് എ ലോവസ്റ്റ് റെസിസ്റ്റൻസ് താഴെ തന്നിട്ട് ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് താഴെ തന്നിട്ടുള്ളതിൽ ഏത് ലാമ്പിനാണ് ലോവസ്റ്റ് റെസിസ്റ്റൻസ് നോക്കിയേ 220 വോൾട്ട് 40 വാട്ട് 220 വോൾട്ട് 60 വാട്ട് 220 വോൾട്ട് 100 വാട്ട് 220 വോൾട്ട് 200 വോൾട്ട് എല്ലാത്തിലും എന്തുണ്ട് വോൾട്ടേജ് സെയിം ആണ് അല്ലേ 220 വോൾട്ട് പവർ അതായത് 40 60 100 200 അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കേസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം അതായത് ഹയസ്റ്റ് പവർ റേറ്റിംഗ് ഏതിനാണോ അതിനായിരിക്കും ലോവസ്റ്റ് റെസിസ്റ്റൻസ് അറിയാലോ അങ്ങനെ ഓർത്താൽ മതി ഹയസ്റ്റ് പവർ റേറ്റിംഗ് അല്ലേ ഹയസ്റ്റ് പവർ റേറ്റിംഗ് ഏതിനാണോ ഹയസ്റ്റ് പവർ റേറ്റിംഗ് വിൽ ഹാവ് ലോവസ്റ്റ് എന്താ വരുന്നത് ഹയസ്റ്റ് പവർ റേറ്റിംഗ് വിൽ ഹാവ് ലോവസ്റ്റ്
റെസിസ്റ്റൻസ് അത് ആലോചിച്ചാൽ മതി. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. ഇവിടുത്തെ ഹയസ്റ്റ് പവർ റേറ്റിംഗ് ഏതാ? 200 വാട്ടാണ് അല്ലേ, 200 വാട്ടാണ്. അപ്പോൾ അതിനായിരിക്കില്ലേ ലോവസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. അതായത് 220 വോൾട്ട് 200 വാട്ട്സിനായിരിക്കും എന്ത് വരുന്നത്? ലോവസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് റെസിസ്റ്റൻസിൻ്റെ R = V²/P ചെയ്യാം. ചിലപ്പോൾ ഇതിലെല്ലാം വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും അതായത് 40 വാട്ട് ചെയ്യുമ്പോൾ 40 വാട്ടിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാം, 60 വാട്ടിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാം, അതുപോലെ 100 വാട്ട്സിൻ്റെ കണ്ടുപിടിക്കാം, 200 വാട്ട്സിൻ്റെ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കേസ് ഉണ്ട് അല്ലേ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഹയസ്റ്റ് പവർ റേറ്റിംഗ് എന്തായിരിക്കും? വിൽ ഹാവ് ലോവസ്റ്റ് റെസിസ്റ്റൻസ് എന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അവരുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 220 വോൾട്ട് 200 വാട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ.